ഒരു പുത്തൻവാദിയും കറാമത്ത് നിഷേധിയായിട്ട് വരണ്ട, കറാമത്ത് നിഷേധിയായിട്ട് വരണ്ട. അതേ സമയത്ത് കറാമത്തിൻ്റെ പേരിൽ ആരും കള്ളം പറയാൻ പാടില്ല, ഒന്നിൻ്റെ പേരിലും പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകന് ഇബ്രാഹിം എന്ന കുട്ടി വഫാത്തായി. അന്ന് സൂര്യഗ്രഹണം ഉണ്ടായി. ചിലരൊക്കെ റസൂലുള്ളാഹിനെ ബഹുമാനിച്ചിട്ട് പറഞ്ഞതാ, റസൂലുള്ളാഹിൻ്റെ മകൻ മരിച്ചത് കൊണ്ടാണ് ഇന്ന് സൂര്യഗ്രഹണം ഉണ്ടായെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം തന്നെ തിരുത്തി, അങ്ങനെയൊന്നല്ല എന്ന് പറഞ്ഞു. എൻ്റെ മകൻ മരിച്ച വകയിലൊന്നല്ല. അങ്ങനെ കറാമത്തിൻ്റെ പേരിൽ എന്തെങ്കിലും വെച്ച് കെട്ടി പറയാൻ പാടില്ല, മുഅ്ജിസത്തിൻ്റെ വകയിലും പറയാൻ പാടില്ല. പറഞ്ഞാൽ അതപ്പോൾ തിരുത്തി കളയണം. തിരുത്തിയില്ലെങ്കിൽ അന്ധവിശ്വാസം ലോകത്ത് നിലനിൽക്കും. അത് സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ കർത്തവ്യ. ആ കർത്തവ്യം നിർവഹിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു പണിയുമില്ലാണ്ട് കിടക്കുന്ന കുറച്ച് മൗലവിമാരുണ്ട്. അവരിങ്ങനെ പാടി നടക്കുകയാണ്. എന്ത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം പറഞ്ഞവരൊക്കെ ഞങ്ങളോട് കൂടിയിട്ടുണ്ട്. നല്ല കോളായി, നല്ല കോളായി. ഓ സുഹൃത്തുക്കളെ, അത് വിചാരമാണ്, അതിലാരും പെട്ടുപോകണ്ട. മൗലവിമാരെ ധാരണ എന്താണെന്നറിയോ? അവരെ ധാരണ അവർ മുങ്കർ നക്കീറാണ്, നമ്മൾ കബറില്ല എന്നാ. ഒരു സാധു കുറ്റിയാടി വന്നിട്ട് എപ്പാ വന്നതെന്നറിയ നിങ്ങൾ? നല്ല രസമുണ്ട്. നമ്മളൊരാളെ കല്യാണത്തിന് ക്ഷണിച്ച്, എപ്പോൾ വരുന്ന 1-ാം തീയതി ഞായറാഴ്ച കല്യാണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്ത്. ഇവനെപ്പാ വരുന്നതെന്നറിയോ? ഇവൻ വരുന്നത് പിറ്റേ 10-ാം തീയതി. 10-ാം തീയതി എങ്ങനെയാണ് വരുന്നതെന്നറിയോ? പുരയിൽ കല്യാണത്തിന് ക്ഷണിച്ചോനുമില്ല, ഭാര്യയില്ല, ഫാമിലി ഇല്ലാത്തവരോ. എവിടെയാണ് വരുന്നതെന്നറിയോ? പുരയിലല്ല, വേറൊരു സ്ഥലത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എവിടെയാണ് ചികിത്സിക്കേണ്ടി ഇങ്ങനത്തെ ആളുകളെ? ഇതുപോലെ ഞാനൊരു സ്ഥലത്തുനിന്ന് പറഞ്ഞിരുന്നു, എന്ത് സംശയമുള്ളവരൊക്കെ ചോദിക്കാൻ വന്നോളി ഇന്ന ഡേറ്റിന് എന്ന് പറഞ്ഞു. എവിടെ? നമ്മളെ സിറാജുള്ളതിൽ വന്നോളി എന്നാണ് പറഞ്ഞ്. അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം ആർക്കും എന്തും ചോദിക്കാമെന്ന് പറഞ്ഞ് ഇരുന്ന് ക്ലാസ് എടുത്തിട്ട് ഒറ്റ മൗലവിയും വന്നില്ല. കുറേ ദിവസം കഴിഞ്ഞിട്ട് ഒരുത്തൻ കുറ്റിയാടി അങ്ങാടിയിൽ വന്നിട്ട് പറയാം, പേരോട് വിളിച്ചോണ്ടാ വന്നത്. ഇങ്ങനെയാ കല്യാണം വിളിച്ചാലും പോവേ? വിളിച്ച ഡേറ്റിലും അല്ല, വിളിച്ച സ്ഥലത്തും അല്ല, വേറൊരു സ്ഥലത്ത് എപ്പോൾ ഒരു ദിവസം പോകല. എന്തേ ഇങ്ങനെ ബുദ്ധിയില്ലാണ്ടായിപ്പോയെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എന്നിട്ട് ചോദിക്കുക, പേരോട് മറുപടി പറയണം, പേരോട് മറുപടി പറയണം. ഓ മൂപ്പര് മുങ്കർ നക്കീർ, ഞാൻ കബറിലും. മൂപ്പരിങ്ങനെ ചോദിക്കുക, മർറബുക വമാ ദീനുക. അത്തരത്തിലുള്ള കുളൂസൊന്നും വേണ്ട കേട്ടോ. ഇതെല്ലാം ഞാൻ കുറേ കണ്ടതാ, ഇത് കുറ്റിയാടിയാ. അത് ശരിക്കും ആലോചിച്ചോളണം. ഇവിടെ ഏതെല്ലാം സാധനം വന്നതാ, എല്ലാം പത്തി മടക്കി പോയതല്ലേ. അതുകൊണ്ട് അങ്ങനത്തെ സുഖേടൊന്നും വേണ്ട. ഒരു കാര്യം പറയാണ്, എന്ത്? ഓ എന്നോട് ചോദിക്കുക, അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് പൂർണ്ണമായി പേരോട് അംഗീകരിക്കുമോ? ഞാനെന്താ മുജാഹിദാ? ഞാൻ സർവ്വ ഇമാമിങ്ങളെ കിതാബ് അംഗീകരിക്കും. ഏത് കിതാബ് അംഗീകരിക്കാത്തത്? ഏത് ഇമാമിനെയാ തള്ളല്? ഒരിക്കലും തള്ളൂല. ഓ കാര്യമായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. വേറൊരു ചോദ്യം എന്നറിയോ? ഖുതുബ്, ഔസ്, അതുപോലെ ഔതാദ്, അബ്ദാല്, നുജബാ, ഇങ്ങനൊക്കെ പറയാൻ പറ്റുമോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പ്രസംഗത്തിൽ നന്നായിട്ടങ്ങ് വിശദീകരിച്ചു കൊടുത്ത്, നന്നായിട്ട് ഓരോന്നും വിശദീകരിച്ചു കൊടുത്ത്, അതിന് മുഴുവനും ഇബ്നു തൈമിയൻ്റെ കിതാബ് എടുത്ത് ഉദ്ധരിച്ചു. എന്താ കാരണം? ഇബ്നു തൈമിയെക്കാണാൻ വിവരമുള്ള ഒരൊറ്റ പണ്ഡിതനും ജീവിച്ചിരിപ്പില്ലെന്നല്ല, കഴിഞ്ഞും പോയിട്ടില്ല എന്നാണ് മുജാഹിദ് സെൻ്റർ എന്ന് പ്രസിദ്ധീകരിക്കുന്ന ബുക്കിൽ പറഞ്ഞു. പിന്നെ അയാളെ കിതാബല്ലാന്ന് വേറെ ഏതാ പിന്നെ ഉദ്ധരിക്കേണ്ടത്? ഈ ബഹുമാനപ്പെട്ട കിതാബുണ്ടല്ലോ, 1,000 റുപ്യൻ്റെ. ഇതിൽ ഇബ്നു തൈമിയനെ പരിചയപ്പെടുന്നുണ്ട്. മുജാഹിദ് സെൻ്റർ എന്ന് പ്രസിദ്ധീകരിച്ചത് എപ്പോൾ? 8 പിരിയുന്നതിന് മുമ്പ്. അതുകൊണ്ട് എല്ലാവർക്കും ബാധക. ഇതിന് തുടക്കം കുറിച്ചത് എന്തിന്? മുജാഹിദ് പ്രസ്ഥാനത്തിനെ അല്ല, മദ്ഹബ് തള്ളിപ്പറയുന്നതിന് തുടക്കം കുറിച്ചത്. എന്നാൽ 4 മദ്ഹബിൽ ഒന്ന് സ്വീകരിക്കൽ നിർബന്ധമെന്ന് എഴുതിയ ചാള ഇബ്നു തൈമിയ. എന്നിട്ട് ഈ പച്ചക്കള്ള എഴുതുന്നത്. ഇതിന് തുടക്കം കുറിച്ചത് ഹിജ്റ 661 ഭൂജാതനായ പ്രശസ്ത പണ്ഡിതനും ചിന്താമണ്ഡലത്തിൽ ഭയങ്കര കോളലക്കം സൃഷ്ടിച്ച വിപ്ലവ നായകനുമായ ഇബ്നു തൈമിയ ആണ്. ഇമാം ഷാഫിയെയും അബൂ ഹനീഫയെയും കവച്ചു വെക്കുന്ന സ്ഥാനമാണ് ഇബ്നു തൈമിയക്ക് പൂർവീകരായ പണ്ഡിതന്മാർ കൽപ്പിക്കുന്നത്. ഷാഫി ഇമാമനെ കവച്ചിങ്ങനെ വെക്കും മൂപ്പര്. അങ്ങനത്തെ പണ്ഡിതനാ എന്ന് പറഞ്ഞ ഈ ഇബ്നു തൈമിയ അയാൾ പറഞ്ഞത് നമ്മൾ ഉദ്ധരിച്ചാൽ പിന്നെ
യാതൊന്നും പിന്നെ പറയാനുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇബ്നു തൈമിയ്യയുടെ വാചകങ്ങൾ തന്നെ ഉദ്ധരിച്ചു. ആ വാചകം തന്നെ ഉദ്ധരിച്ചു. ഇബ്നു തൈമിയ്യ തന്നെ വളരെ വ്യക്തമായി ഗൗസ്, ഖുതുബ്, ഔതാദ്, അബ്ദാല് തുടങ്ങിയ എല്ലാ പേരുകളും അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഉദ്ധരിച്ചിട്ട് പറയാണ്, മലക്കുകളുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ആരും ഇല്ലല്ലോ. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉദ്ധരിച്ചിട്ടുണ്ട്. അതിനൊരു കാമാന്ന് മറുപടി അറിയാം ഒരു മൗലവിക്കും കഴിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം ജാതിയാ വരുന്നത്, ഒരൊറ്റ ഒന്നിനും മറുപടി ഇറങ്ങിയില്ല. നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇബ്നു തൈമിയ്യ ഖുതുബാണ് എന്ന് സലഫികൾ പറയുന്നുണ്ട്. നിങ്ങളറിയോ? ഇബ്നു തൈമിയ്യ തന്നെ ഖുതുബാണ് എന്ന് സലഫികൾ പറയുന്നുണ്ട്. അത് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ഇബ്നു തൈമിയ്യൻ്റെ തന്നെ ഗ്രന്ഥമാണിത്. ഇതിൻ്റെ 85-ാമത്തെ പേജിൽ ഇബ്നു തൈമിയ്യനെ സംബന്ധിച്ച് എന്നെ എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടോളേ. സുഇല ശൈഖുൽ ഇമാമുൽ ആലിമുൽ അല്ലാമ. ഇബ്നു തൈമിയ്യനാണ് പറഞ്ഞത്. ഷെയ്ഖ്, ഞാൻ ചോദിക്കട്ടെ, ഇവർ ചോദിക്കുന്നുണ്ട് ഖുർആനിൽ അങ്ങനെ ഉണ്ടോ ഖുതുബ്, ഖുർആനിലുണ്ടോ ഖുതുബ് എന്നുള്ള പേര് എന്നൊക്കെയാ ചോദ്യം. ഞാൻ ചോദിച്ചു സുല്ലമി, സലഫി അതൊക്കെ ഖുർആനിലുണ്ടോ? അപ്പം എന്നാ അറിയോ? അത് സക്കാഫി എന്ന് പറയുന്നത് പോലെയാണ്, അതുപോലെയല്ല ഇത് എന്നാ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഷെയ്ഖ്, സുഇല ഷെയ്ഖു, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, നിങ്ങളെ പുസ്തകത്തിലില്ലേ ഷെയ്ഖ് എന്ന് ഖുർആനിലുണ്ടോ? ഏത് പണ്ഡിതനെ സംബന്ധിച്ചാ ഖുർആനിൽ ഷെയ്ഖ് എന്ന് പറഞ്ഞത്? ഹദീസിലുണ്ടോ ഷെയ്ഖ്? പണ്ഡിതനെ സംബന്ധിച്ച് ഷെയ്ഖ്, ഫളീലത്തു ഷെയ്ഖ്, സആദത്തു ഷെയ്ഖ്, സമാഅത്തു ഷെയ്ഖ്, ഇങ്ങനെ ഖുർആനിലുണ്ടോ? ഖുർആനിലില്ലാത്തൊന്നും പറയാൻ പാടില്ല. നിങ്ങളോട് ആരാ പറഞ്ഞേ? സുബ്ഹാനല്ലാഹ്. സുഇല ഷെയ്ഖ് അൽ ഇമാം അൽ ആലിം അൽ അല്ലാമ. എനിക്ക് കേട്ടോളെ, ഇബ്നു തൈമിയ്യന്റെ ബഹുമാനം കേട്ടോളെ. ഇമാമുൽ വഖ്ത്, ഇമാമുൽ വഖ്ത്, ഫരീദുദ് ദഹ്ർ, ജൗഹറുൽ ഇൽം, ലുബ്ബുൽ ഈമാൻ, ഖുതുബുസ് സമാൻ, മുഫ്തിൽ ഫിറഖ്, ശൈഖുൽ ഇസ്ലാം, തഖിയുദ്ദീൻ അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു ശൈഖ് അൽ ഇമാം ശിഹാബുദ്ദീൻ അബ്ദുൽ ഹലീം ഇബ്നു ശൈഖ് അൽ ഇമാം അൽ അല്ലാമ മുഅയ്യിദ് സുന്ന മജീദുദ്ദീൻ അബ്ദുസ്സലാം ഇബ്നു തൈമിയ്യത്തുൽ ഹറാനി. ഇബ്നു തൈമിയ്യന്റെ പേരായി പറഞ്ഞല്ലോ, സ്ഥാനപ്പേര്. ഇതിലേതാ ഖുർആനിലുള്ളത് പറ. മൗലവിമാർ പറയട്ടെ. ഇബ്നു തൈമിയ്യൻ ഇങ്ങനൊക്കെ പറയല്ലേ, ഖുതുബുസ് സമാൻ എന്ന് പറയല്ലേ. ഞങ്ങൾക്ക് ഖുതുബുസ് സമാൻ സയ്യിദ് അൽവിൽ മംബറൂമി എന്ന് പറഞ്ഞുകൂടല്ലേ? ഞങ്ങൾക്ക് ഖുതുബുൽ അഖ്താബ് എന്ന് പറഞ്ഞുകൂടല്ലേ? നിങ്ങളെ ഇബ്നു തൈമിയ്യനെ സംബന്ധിച്ച് നിങ്ങളെ കിതാബുള്ളതാണിത്. ഇമാമുൽ വഖ്ത്, ഫരീദുദ് ദഹ്ർ, ഫരീദുദ് ദഹ്ർ ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ജൗഹറുൽ ഇൽം ഖുർആനിലുണ്ടോ? ലുബ്ബുൽ ഈമാൻ ഖുർആനിലുണ്ടോ? ഖുതുബുസ് സമാൻ ഖുർആനിലുണ്ടോ? മുഫ്തിൽ ഫിറഖ് ഖുർആനിലുണ്ടോ? ശൈഖുൽ ഇസ്ലാം ഖുർആനിലുണ്ടോ? തഖിയുദ്ദീൻ ഖുർആനിലുണ്ടോ? പറ. ശിഹാബുദ്ദീൻ ഖുർആനിലുണ്ടോ? അപ്പൊ ഖുർആനിൽ ഇല്ലാത്ത പേരും മഹത്വവും നിങ്ങളെ മൗലവിമാർക്കും നിങ്ങളെ നേതാക്കൾക്കും നിങ്ങൾക്ക് പറയാം. ഞങ്ങൾ പറയണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഖബറിലും നിങ്ങൾ മുങ്കറിനെ കീറൂല്ലേ? പോയി പണി നോക്കണം കേട്ടോ. വിവരമില്ലെങ്കിലും മിണ്ടാതിരുന്നോളണം. ചോദ്യം ചോദിക്കാൻ വരുന്ന ഓരോരുത്തർ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എനിക്ക് ഏത് വിഷയം പറയാനുണ്ടോ, സുന്നത്ത് ജമാഅത്ത് എന്ത് വിശ്വസിക്കുന്നുണ്ടോ അതിന് മുഴുവനും അൽഹംദുലില്ലാഹ് ഖുർആനിലും തെളിവുണ്ട്, ഹദീസിലും തെളിവുണ്ട്, എല്ലാ സ്ഥലത്തും തെളിവുണ്ട്. ആളുകളെ പറ്റിക്കണ്ട. ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു സൂഫിയാക്കൾക്കെതിരെ സംസാരിച്ചു എന്ന് സാധു പറയാ. ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു സൂഫിയാക്കളെ നേതാവാ. പിന്നെ കള്ള സൂഫികളുണ്ട്, വ്യാജന്മാർ, വ്യാജത്തരീക്കത്തുകാർ. അത് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുഹീദ്ദീൻ ശിഖ്റുല്ലാഹി പറഞ്ഞു 12 ടീമുകളിൽ 11 പേച്ച മുബ്തദീങ്ങളാണ്. അങ്ങനത്തെ വ്യാജന്മാരെ എതിർത്തുകൊണ്ട് ഷാഫി ഇമാം പറഞ്ഞത്, വ്യാജന്മാരെ എതിർത്തുകൊണ്ട് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വ്യാജന്മാരെ എതിർത്തുകൊണ്ട് അതേ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അങ്ങനത്തെ ഉദ്ധരണി കൊണ്ടുപോയിട്ട് സാധാരണക്കാരുടെ മുമ്പിൽ വായിക്കുക. ഇതൊക്കെ സൂഫികളെ പറ്റിയാണ്. ഏത് സൂഫി? കള്ള സൂഫീനെ കൊണ്ട് പറഞ്ഞതാ. യഥാർത്ഥ സൂഫിയാക്കളെ പറ്റിയല്ല, യഥാർത്ഥ ഔലിയാക്കളെ പറ്റിയല്ല, അക്താബുകളെ പറ്റിയല്ല, അതേ അഗ്യാസുകളെ പറ്റിയല്ല. ആളുകളെ കൺഫ്യൂഷനാക്കണ്ട. ഓ സുഹൃത്തുക്കളെ, എന്തെല്ലാം ആനത്തല പോലത്തെ ഓരോരോ ചോദ്യവും കൊണ്ടുവന്നിന്. ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം ഒരു വിവരവും ഇല്ല ഞാൻ മുജാഹിദാവും, ഒരു വിവരവും ഇല്ല ഞാൻ മുജാഹിദ് മൗലവിയാവും. അള്ളാഹു കാക്കട്ടെ. ഇനി ഒരു ചെറിയ സംഗതി കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. ബാക്കി സാധനം പിന്നെ പറയാം. ഇതാ മൗലവിമാർക്ക് ഏതായാലും ചോദ്യം ചോദിക്കാൻ വന്നില്ല, അവർക്ക് കുറച്ച് പണി കൊടുത്തേക്കാം. നിങ്ങളെന്ത് വാദം എന്താ? മൗലവിമാരെ വാദം എന്താ? പേരോട് പേച്ചു അല്ല പേരോട് നന്നായിരുന്നു. അതാ നിങ്ങളെ വാദം. പറയുന്നത് അങ്ങനെയാ. പേരോട് ഞങ്ങളോട് കൂടി എന്നാ പേരോട് നന്നായില്ല റെഡി. അപ്പോൾ ഒരിക്കലും അറിയുന്നത്
കൂടിയില്ല. എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ പിഴച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത്? കാന്തപുർ ഉസ്താദ് പിഴച്ചു എന്നാ പറയുന്നത്? അല്ല ഷാഫി ഇമാമിന് പിഴച്ചു എന്നാ പറയുന്നത്? മൊഹീദ്ദീൻ ഷെയ്ഖിന് പിഴച്ചു എന്നാ പറയുന്നത്? ഷെഹറാൻ ഇമാമിന് പിഴച്ചു എന്നാ പറയുന്നത്? സുഹൃത്ത് ഇമാമിന് പിഴച്ചു എന്നാ പറയുന്നത്? ആർക്ക് പിഴച്ചു നിങ്ങൾ പറയുന്നത്? ഒരു കാര്യം പറയട്ടെ, മുജാഹിദാണോ? അവരെ വിശ്വാസം റസൂലുള്ളാഹിക്ക് പിഴച്ചു എന്നാണ്. മുജാഹിദിന്റെ വിശ്വാസം അള്ളാഹിന്റെ റസൂലിന് പിഴച്ചു എന്നാണ്. ഞാൻ ആരോപണം പറയുന്നതല്ല. നിങ്ങളുടെ മുഖപത്രമായ അൽമനാർ ഞാൻ വായിച്ച് കേൾപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. ഇത് നിങ്ങളെ മുഖപത്രമായ അൽമനാറാണ്. ഞങ്ങളുടെ മങ്കൂസ് മൗലിദും ഞങ്ങളെ മൊഹീദ്ദീൻ മാലയും ഞങ്ങളെ റിഫായി മാലയും ഒക്കെ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളെ അൽമനാർ എടുത്ത് വായിക്കൂ. അതിൽ പറയുന്നത് റസൂലുള്ളാഹിക്ക് പിഴച്ചു എന്നാണ്. നിങ്ങളാണോ മുസ്ലിമീങ്ങൾ? നിങ്ങളാണോ തൗഹീദുകാർ? നിങ്ങളാണോ മുഅ്മിനീങ്ങൾ? നിങ്ങളാണോ ഈ സമുദായത്തെ നേർവഴിയിലേക്ക് ക്ഷണിക്കുന്നവർ? ഞങ്ങൾ പറയട്ടെ, ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹിനെ നിന്ദിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാണോ പെണ്ണോ വല്ല സ്ഥലത്തു നിന്നും സംസാരിച്ചെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദികൾ നിങ്ങളാണ് കേട്ടോ. റസൂലുള്ളാഹിക്ക് പിഴച്ചു എഴുതിയത് മുജാഹിദാണ്. അവരെ അൽമനാറിലാണ്. 2010 ജൂലൈയിലാണ്. നിങ്ങളെപ്പോലെ ഇസ്ലാമിൻ്റെ കടക്ക് കത്തിവെക്കുന്ന വേറെ ടീമുണ്ടോ? ഞങ്ങൾ മുസ്ലിമീങ്ങൾ ആദരിച്ച് ബഹുമാനിച്ച് ഒതുവെടുത്ത് തൊടുന്നൊരു ഗ്രന്ഥമുണ്ട് കേട്ടോ. അതിൻ്റെ പേരാണ് ഖുർആൻ. അതിൽ ഞങ്ങളെ റബ്ബ് പറയുന്നത് കേട്ടോ, വന്നജ്മീദ ഹവാ മാ വല്ല സാഹിബുക്കും വമാ ഗവാ. സത്യം ചെയ്തുകൊണ്ട് അല്ലാഹ് പറയുന്നു, നിങ്ങളെ സാഹിബ് മുഹമ്മദ് നബി പിഴച്ചിട്ടില്ല. നിങ്ങൾ അൽമനാറ് പറയുന്ന പിഴച്ചിട്ടുണ്ട്. നിങ്ങളാണോ പരിശുദ്ധ ഇസ്ലാം ദീനിന്റെ പ്രവർത്തകരായി വരുന്നത്? നിങ്ങളാണോ സുന്നത്ത് ജമാഅത്തിനെ ചോദ്യം ചെയ്യാൻ വരുന്നത്? റസൂലുള്ള പിഴച്ചു എന്ന് പറയുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് സംസാരമില്ല എന്നാ പറയാനുള്ളത്. നല്ലത് കൽപ്പിച്ചോ, ചീത്ത വിരോധിച്ചോ. ഇത്തരം വിവരം കെട്ടവർക്ക് മറുപടി പറയാതെ നിങ്ങൾ മാറി നിന്നോ എന്നല്ലേ ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാന്റെ റസൂല് പിഴച്ചു എന്ന വാദം നിങ്ങൾക്കില്ലേ? നിങ്ങൾ അൽമനാറിലില്ലേ? ഓ, പിന്നെ ഞങ്ങളെ മൊഹീദ്ദീൻ മാല എന്തിനു എടുക്കണം? നിങ്ങളെന്തിനു മങ്കൂസ് മൗലിദ് തരാൻ പോണോ? നിങ്ങൾക്ക് റസൂലുള്ള പിഴച്ചു എന്ന കക്ഷിയല്ലേ നിങ്ങൾ? ഞാൻ വെറുതെ പറഞ്ഞതാ. ഇത് കുറ്റിയാടി എന്നാ പറയുന്നത്. വന്ന് പരിശോധിക്കട്ടെ. ഇപ്പോഴും കളവും പറഞ്ഞിങ്ങനെ നടക്കല്ലേ? കണ്ടങ്ങൾ ശബാബ് വാരിക എല്ലാ യുവാക്കളെയും പേപ്പിക്കാനുള്ള സാധന. ഇതിൽ കാന്തപുർ ഉസ്താദിന്റെ ചിത്രമൊക്കെ കൊടുത്തിട്ട് ഒരു ലേഖനം. ഈ ലേഖനത്തിന് പറയുന്ന കള്ളത്തരം കേട്ടോളികൾ എന്താണ്? സുബ്ഹാനല്ലാഹ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എത്ര കാലമായി കള്ളത്തരവും പറഞ്ഞ് നടക്കുന്നത്. അള്ളാഹിൻ്റെ റസൂൽ നേരത്തെ തന്നെ മുൻകൂട്ടി പറഞ്ഞു. റസൂലുള്ളാഹിൻ്റെ ഒരു പവർ നോക്ക് നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി തന്നെ പറഞ്ഞു, ദജ്ജാലൂന കദ്ദാബൂന, ധാരാളം കള്ളം പറയുന്ന കബളിപ്പിക്കുന്നവരാണ്. അങ്ങനത്തെ ഒരു കൂട്ടർ വരൂ എന്ന് പറഞ്ഞില്ലേ? അത് വന്നത് താങ്കൾ കേട്ടോളി. ഞാൻ ഇതിൽ നോക്കി വായിക്കാം. അള്ളാഹു ഹൗദുൽ കൗസറിൽ കാല് വഴുതി വീണെന്നും. എങ്ങനെ? മുജാഹിദിന്റെ മുഖപത്ര വായിക്കുന്നത്. അള്ളാഹു ഹൗദുൽ കൗസറിൽ കാല് വഴുതി വീണെന്നും മുഹീദ്ദീൻ ഷെയ്ഖിനെ യാ ഗൗസുൽ അഅ്ലം എന്ന് വിളിച്ചെന്നും ഷെയ്ഖ് അള്ളാഹുവെ രക്ഷപ്പെടുത്തിയെന്നും വരെ മാലകളിൽ വ്യാഖ്യാനിക്കുന്നു. ഏത് മാലയിലാ അള്ളാഹ് ഹൗദുൽ കൗസറിൽ വീണിട്ട് യാ ഗൗസുൽ അഅ്ലം എന്ന് വിളിച്ചിട്ട് അള്ളാഹനെ മുഹീദ്ദീൻ ഷെയ്ഖ് രക്ഷപ്പെടുത്തിയെന്ന് നമ്മളെ ഏത് മാലയിലാ ഉള്ളത്? ആ മാലയാണ് ഞങ്ങൾക്ക് കണ്ടത്. നിങ്ങളെപ്പോലത്തെ ഏതെങ്കിലും
വ്യാജന്മാരെന്തോ എഴുതി വെച്ചോന്ന് എനിക്കറിയില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അങ്ങനെ എഴുതിയിട്ടു. ഇത് തന്നെ നിങ്ങൾ പണ്ട് ഇതിപ്പോൾ എഴുതിയാണ് പൊളിച്ച് നാറിയിട്ട് ഇപ്പോഴും എഴുതാ. ഇത് ഞാൻ മുമ്പ് ഇവിടുന്ന് ഇവിടെ വന്ന് 1980, 89, 90 കാലത്ത് ഇതൊക്കെ വായിച്ച് പ്രസംഗിച്ചിട്ട് മൗലവിമാർ മുഴുവനും കാമാന്ന് പറയാതെ പോയതല്ലേ. മുമ്പ് എഴുതിയതാ ഇവര്. അവർ അൽമനാറിൽ പണ്ട് എഴുതിയതാ. അന്ന് എഴുതിയ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ധ്യാനമൂർച്ചയിൽ ശൈഖ് പറഞ്ഞ വാക്കുകൾക്ക് പുറമെ ശിഷ്യഗണങ്ങൾ പലതും പഠിച്ചു വിട്ടു. അവയിൽ ഒന്നാം സ്ഥാനം അർഹിക്കുന്ന ശൈഖ് അവരുടെ കുട്ടി റൂഹിന് അല്ലാഹു ഹൗദുൽ കൗസർ കാണിച്ചു കൊടുത്തതാണ്. മറുകര കാണാൻ കഴിയാത്തത്ര വീതി, അടിയില്ല കട്ടിയേറിയ തേനാണ് അതിലൂടെ ഒഴുകുന്നത്. കുട്ടി റൂഹ് സാസളിന് ആവശ്യപ്പെട്ട് ഒരു കോരൽ എടുത്തു കൊടുത്ത് രുചി നോക്കി. അള്ളാഹുവിനെ അഭിനന്ദിച്ചുകൊണ്ട് കുറേ ഉള്ളിൽ നിന്നുള്ളൊരു സാമ്പിൾ ലഭിച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അത് എടുത്തു കൊടുത്ത് കുട്ടിയെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. അള്ളാഹു ആ നദിയിൽ വീണു. മുജാഹിദിന്റെ അൽമനാറിൽ എഴുതിയതാണ്. അടിയില്ലാത്ത നദി, തേനിന്റെ വഴുവഴുപ്പ് കാരണം വക്കിന് പിടുത്തം കിട്ടുന്നില്ല. അനശ്വരനായതുകൊണ്ട് മുങ്ങി മരിക്കാനും വയ്യ. അപ്പോഴാണ് ഈ കുട്ടിയിൽ ഞാൻ ഉൾപ്പെടുത്തിയ ശക്തിവിശേഷം ഓർമ്മ വന്നത്. ഉടനെ ആ കൗസുല്ലാദം മകസിനി ഏറ്റവും മഹാനായ സംരക്ഷകനെ രക്ഷിക്കുമെന്ന അഭ്യർത്ഥന ഉണ്ടായത്. അത് അള്ളാഹുവെ കൈപിടിച്ച് ഒറ്റവലിക്ക് കരക്ക് കയറ്റിയത്രേ. ഇങ്ങനെ നിങ്ങൾ പച്ചക്കള്ളം നിങ്ങളെ മുഖപത്രമായ അൽമനാറിൽ എഴുതി വെച്ചിട്ട് ഇതെവിടെയാ ഉള്ളത് എന്ന് 40 കൊല്ലായി ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി 40 കൊല്ലായി. ഇന്ന് വരെ നിങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചൊരു മാലയിലോ മൗലിദിലോ ഒരു പുസ്തകത്തിലോ ഇത് കാണിച്ചു തന്നിട്ടുണ്ടോ? അപ്പോൾ പച്ചക്കള്ളം മാത്രം പറയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ അടയാളം 100% ശരിക്കും ഇവിടെ അനുഭവിച്ച് കാണുന്നൊരു ടീമല്ലേ ഈ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ? അവരാണോ അള്ളാഹിൻ്റെ ദീനിൻ്റെ പ്രവർത്തകർ? ഈ കദാബുകൾ ഇനിയുണ്ട് ഇതിൽ പലതും. സുബ്ഹാനല്ലാഹ്. അപ്പൊ കളവിങ്ങനെ പറയാം, എന്നിട്ട് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുക, എന്നിട്ട് മഖ്ബറ കവർ ചെയ്യുക അല്ലേ പരിപാടി. ഇതെന്താ സാധനം? ഇത് ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും. ഇതാരാ എഴുതിയത്? ഈ മൊയ്ദ് മൗലവി. ഈ മൊയ്ദ് മൗലവി കോൺഗ്രസിൻ്റെ വലിയ നേതാവാ. ഇതിന് ആരാണ് ആമുഖ എഴുതിയത്? CH മുഹമ്മദ് കോയ. ഇത് വലിയ ആധികാരിക പുസ്തക. ഇതിലെന്താ എഴുതിയത്? സെലഫികളെ പറ്റി എന്താ എഴുതിയത്? ഇബ്നു അബ്ദുൽ വഹാബിനെ പറ്റിയാ പറയുന്നത്. ഏതാണ്ട് 90 വയസ്സ് പ്രായമെത്തിയ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഹിജ്റ 1206, ക്രിസ്താബ്ദം 1792 ഇഹലോകവാസം വെടിഞ്ഞു എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇതാണ്. നജിദികളുടെ തീഷ്ണതയുള്ള വാദഗതിയോട് ഹറമിലെ ഉലമാക്കൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. അവർ വീണ്ടും ഷെരീഫിനെ സമീപിച്ച് ഷെരീഫ് ഒരിക്കൽ കൂടി നജിദികൾക്ക് ഇജാസിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു. നജിദികൾ പഴയപടി സാമ്പത്തിക ഉപരോധത്തിന് തുനിഞ്ഞു. ഇറാൻ വ്യാപാര സംഘങ്ങളെ അലവസരപ്പെടുത്താൻ തുടങ്ങി. നിങ്ങളെ നേതാക്കന്മാരെടുത്ത പണിയാ വ്യാപാര സംഘം പോകുമ്പോൾ കവർ ചെയ്യുക. എന്നാൽ ഇത്തവണ ഈ തീപ്പൊരികൾ മധ്യ ഇറാഖിലും ഇറാനിലും എത്തി. ഹിജ്റ 1216, ക്രിസ്താബ്ദം 1802 കർബല, മുഅല്ല, നജ്, അഷ്റഫ്, ബലദുൽ ഹുസൈൻ തുടങ്ങിയ രാജ്യങ്ങളെ നജിദികാർ ആക്രമിച്ചു. അവിടങ്ങളിലെ ധനങ്ങളും ഖജാനകളും രത്നങ്ങളുമെല്ലാം പിടിച്ചെടുത്ത് അവ പട്ടാളക്കാരുടെ ഇടയിൽ വിതരണം ചെയ്തു. ഖബറുകളുടെ മേൽ പടിച്ചുയർത്തിയിരുന്ന എടുപ്പുകൾ പൊളിച്ചു നീക്കി. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? പരിപാവനമായ കഅബയിൽ ഉണ്ടായിരുന്ന വിലപിടിച്ച എല്ലാ സാധനങ്ങളും രത്നങ്ങളും നാണ്യങ്ങളും അടക്കം ചെയ്ത ഭണ്ഡാരം മദീനപ്പെടുത്തി. കഅബയിലെ ഭണ്ഡാരം മദീനപ്പെടുത്തി അവ പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്തു. ഖബറുകളുടെ മേൽ തുർക്കികളും മറ്റും നിർമ്മിച്ചിരുന്ന ഗോപുരങ്ങളും കുബ്ബകളും പൊളിച്ചു നീക്കി. പിറ്റേ കൊല്ലം മദീന മുനവ്വറയും കൈവശപ്പെടുത്തി. അവിടെയും മക്കയിൽ ചെയ്ത പോലുള്ള പ്രവൃത്തികൾ ചെയ്തു. ഖബറുകളിലെ കുബ്ബ പൊളിച്ചത് വലിയ എതിർപ്പിന് കാരണമായി. അങ്ങനെ മക്കയിൽ വന്നിട്ട് കഅബ ശരീഫിൻ്റെ അടുക്കൽ വെച്ച് കവർച്ച ചെയ്തു, ഭണ്ഡാരം കൈവശപ്പെടുത്തി. മദീനയിലും അതേ പണിയെടുത്തു, മഖബറുകൾ അടിച്ചു തകർത്തു. ഇതല്ലേ സലഫിസം? ഈ തീവ്രവാദമല്ലേ സലഫിസം? ഈ തീവ്രവാദത്തിനിപ്പോൾ നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എടുക്കുന്ന പണി എന്താണ്? ഇപ്പോഴത്തെ പണി ഈ വ്യാജ തരീഖത്തുകാരുണ്ട്, അവരെ ചില ക്ലിപ്പുകളുണ്ട്. ആ ക്ലിപ്പെടുത്തിട്ട് ഇങ്ങനെ നടക്കുക ഓരോ സ്ഥലത്തും. വ്യാജ തരീഖത്തുകാരെ ക്ലിപ്പ്. ജിബ്രീലിനെ കാണും ഉഷാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണും ഉഷാറുണ്ട് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ചില വാചകങ്ങളുള്ള ക്ലിപ്പുകൾ കൊണ്ടുവന്ന് നാട് മുഴുവനും പ്രചരിപ്പിച്ചിട്ട് ഈ ചത്തുപോയ സെലഫിസം ജീവിപ്പിക്കാമെന്ന് വല്ല സെലഫിക്കും തോന്നുന്നുണ്ടെങ്കിൽ അതിവിടെ നടക്കാൻ പോകുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിഴച്ചു എന്ന് പറയുന്ന നിങ്ങളെ പ്രസ്ഥാനം
ഈ ഉമ്മത്ത് അത് വലിച്ചെറിഞ്ഞ കാര്യമാണ്. അതിവിടെ സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇത് ഓർക്കണം സലഫി മൗലവിമാര്. എന്തുകൊണ്ടാ ഇപ്പൊ സദസ്സിലൊന്നും ആരും ഇല്ലാത്ത? ഓരോരുത്തരും വന്നു നോക്കുമ്പോ കൊറോണ ചുമ പോലെ 12 ആളെ കൊണ്ടാ. എന്താ കാരണോ? എല്ലാ സലഫിക്കും അടുത്തിന്, മനസ്സിലായില്ലേ? എല്ലാ സലഫിയും അടുത്തു തിരിയ. കാരണം ഇവർക്ക് യാതൊരു ലെവലും ഇല്ല. ഇനി ഒരു രസവും കൂടി വായിച്ച് കേൾപ്പിച്ചു തരാം ഇവരെ അൽമനാർ. കാരണം ഇവർ തൗഹീദ് പഠിപ്പിക്കാൻ വരികയാണേ, നമുക്ക് അള്ളാഹിനെയും റസൂലും പഠിപ്പിക്കാൻ വരിക ഇവര്. ഇത് കണ്ടു നിങ്ങൾ അൽമനാർ 2007 മെയ്, ഇതിൻ്റെ 57ാമത്തെ പേജ് ഞാനൊന്ന് വായിക്കാം. ഇതിലെന്താ പറയുന്നത്? അള്ളാഹ്ക്ക് 2 കൈയുണ്ട് കേട്ടെ, രണ്ടും വലത്താണ് എടുത്തില്ല. ഇന്നാലില്ല, ഇവരാ അള്ളാഹിനെ പഠിപ്പിക്കുന്നത് നമുക്ക്. അള്ളാഹ്ക്ക് അവയവുണ്ട് എന്ന് പറഞ്ഞ ടീമേ, അള്ളാഹ്ക്ക് അവയവുണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ അത് കുഫറല്ലേ? ഏണ്ട് പറയുന്നത് കേട്ടോളി നിങ്ങൾ. അള്ളാഹു അവൻ്റെ ഒരു കൈ കൊണ്ട് ഭൂമിയെ മുഴുവനായി പിടിക്കും, അവൻ്റെ മറ്റേ കൈ കൊണ്ട് ആകാശത്തെ ചുരുട്ടി പിടിക്കുകയും ചെയ്യും. അവൻ്റെ 2 കൈകളും വലതാണ്, അവയിൽ ഇടതില്ല. അപ്പൊ അള്ളാഹ്ക്ക് ഇടത്ത് കൈയില്ല, വലത്ത് മാത്രം 2 കൈ. ഇന്നാലില്ല, പാട്ടുപാടുന്നൊരു മൗലവി വന്നിരുന്നു. അതവർക്ക് അയാൾ വന്നിട്ട് പറഞ്ഞു തരുമോ അല്ല എങ്ങനെയാ കുത്തിരിഞ്ഞെന്ന് അറിയില്ല. മേലോട്ടോക്കി അവൻ പറഞ്ഞിങ്ങനെ, മേപ്പോട്ടോക്കിട്ടോ താഴോട്ടോക്കിട്ടോ കാല് താത്തിയിട്ടോ പൊക്കിയിട്ടോ എന്നറിയില്ല. പഠിച്ച ഒരു കസേരമ കുത്തിരിയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? അള്ളാഹു അർശിന്മേലാണ്. എങ്ങനെ? കൈഫശാ, അവനുദ്ദേശിക്കുന്നത് പോലെ, അവനുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ് നിർണ്ണയിക്കാൻ പറ്റൂല. എങ്ങനെ അപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇരിക്കുന്ന രൂപ എങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ടോ താഴത്തേക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. പിന്നെ ചങ്ങാതി പറഞ്ഞെന്തറിയോ? അബൂജഹലിന്റെ ബഹുമാനായിരുന്നു. അതായത് വന്നിട്ട് പറഞ്ഞ് അബൂജഹലിനെ പോലത്തെ മുസ്ലിങ്ങൾ അവർ നിസ്കരിക്കാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, അവർ ഹജ്ജ് ചെയ്യാറുണ്ട്. അബൂജഹലിന്റെ ബഹുമാന പിന്നെ പറഞ്ഞ് ഇങ്ങനത്തെ കുറേ ഫുദൂല് പറഞ്ഞ ആൾക്കാർ. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? അള്ളാഹ്ക്ക് 2 കൈ ഉണ്ട് എന്നും അത് വലത്ത് 2 എണ്ണമാണ്, ഇടത്തില്ല എന്ന് പറഞ്ഞ എപ്പോഴാ? 2007 മെയ്യിലാ. എന്നാൽ ഇപ്പോഴുള്ള ഈ അൽമനാർ ഏതാണെന്നറിയോ? 2009 ജനുവരിയിൽ അൽമനാറാ. ഇതിൽ അള്ളാഹിനെ പറ്റി എങ്ങനെയാ പറയുന്നത്? അത് 2 കൊല്ലം കഴിഞ്ഞില്ലേ? 2 കൊല്ലം കഴിഞ്ഞില്ലേ? അപ്പോഴേക്ക് മുജാഹിദിന്റെ അള്ളാഹ്ക്ക് മാറ്റം വരികയല്ലേ? ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും. പിന്നീട് തൻ്റെ വലത് കൈ കൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്, എവിടെ അഹങ്കാരികളും ധിക്കാരികളും. ശേഷം ഭൂമിയെ തൻ്റെ ഇടത് കൈ കണ്ട് ചുരുട്ടി പിടിക്കും. 2007 അള്ളാഹ്ക്ക് ഇടത്തെ കൈയില്ല, 2009 ജനുവരിയിൽ അള്ളാഹ്ക്ക് ഇടത്തെ കൈയുണ്ട്. ഇതാണോ തൗഹീദ്? ഇതാണോ അള്ളാഹുവിലുള്ള വിശ്വാസം? ഇതാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഇതാണോ മുഹമ്മദുർ റസൂലുള്ളാഹ്? അതുകൊണ്ട് സലഫി മൗലവിമാരെ, നിങ്ങൾ ആദ്യം തൗഹീദിലേക്ക് വരിക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിലേക്ക് വരൂ. അള്ളാഹുവിലുള്ള വിശ്വാസം ഞങ്ങളിൽ നിന്ന് പഠിക്കൂ. അള്ളാഹുവിൻ്റെ റസൂലിലുള്ള വിശ്വാസം പഠിക്കൂ. ഒരു ചങ്ങായി പറയാണ്, പൊന്മൾ ഉസ്താദ് പറഞ്ഞിരിക്കുന്നില്ല ആരിഫുൽ വലിയ ഇല്ലൽ വലിയു. പൊന്മൾ ഉസ്താദ് പറഞ്ഞില്ല, കിതാബിലൊക്കെ ഉള്ളതായി. വലിയനെ മനസ്സിലാവുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി ആ വലിയനെ തിരിയാൻ. മൗലവിൻ്റെ ചോദ്യ അതിന് ഇബ്നു തൈമിയ മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇബ്നു തൈമിയൻ്റെ ഫതാവയിലയാൾ മറുപടി പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളൊക്കെ ഒരാൾ വലിയാന്ന് പറയുമ്പോൾ അത് മതി സാക്ഷി, അതുകൊണ്ട് തന്നെ പറയാൻ പറ്റും. അപ്പം അങ്ങനെയാ മനസ്സിലായാൽ. പിന്നെ പൊന്മൾ ഉസ്താദ് പറഞ്ഞത് എന്താ? ഒരു വലിയൻ്റെ മർത്തബ, വലിയനെ അറിയേണ്ടതുപോലെ അറിയാം. ഏത് മർത്തബയിലിരിക്കുന്നു അത് ഔലിയാക്കൾക്കേ തിരിയൂ, നമ്മളെ പോലത്തെവർക്ക് തിരിയൂല. അതാണ് ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയ. അറിയേണ്ടതുപോലെ അറിയാൻ, അവരെ മർത്തബ മനസ്സിലാക്കാൻ അത് എല്ലാവർക്കും കഴിയൂല. നേരെ മറിച്ച് CM വലിയുല്ലാഹി എന്ന് പറയുന്ന ആളല്ലേ പൊന്മൾ ഉസ്താദ്? വടകര മുഹമ്മദ് ആയിത്തങ്ങളെ പറ്റി വലിയുല്ലാഹി എന്ന് പറയുന്ന ആളല്ലേ പൊന്മൾ ഉസ്താദ്? എന്തുകൊണ്ടാണ് പറയുന്നത്? അതെ, അത് ജനങ്ങൾ മുഴുവൻ മാലിമ്യങ്ങൾ മുഴുവനും വലിയുള്ള എന്ന് പറയുന്നുണ്ട്. വലിയുള്ള എന്ന് പറയാൻ കഴിയും. അവരെ മർത്തബ, അവരേത് സ്ഥാനത്തിരിക്കുന്നു എന്ന് പറയാൻ അത് ഔലിയാക്കൾക്ക് കഴിയൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിനൊക്കെ ഞാൻ കിതാബ് വായിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കണം, KM മൗലവിനെ പറ്റി അവർ എഴുതിയൊരു ബുക്കാണ്. ഇതിൽ പറഞ്ഞിട്ട് KM മൗലവി വലിയാണ്, കാത്തൂത്തിരുന്നാൽ മതി. ബഹുമാനപ്പെട്ട ഇമാം തഫ്താസാനി തങ്ങൾ പറയുന്നുണ്ട്, മുഅ്തസിലത്ത് വലിയ കറാമത്തില്ല എന്ന് പറയാൻ കാരണം കൂട്ടത്തിൽ ഒരൊറ്റൊന്നിനും കറാമത്തില്ലാത്തതുകൊണ്ടാണ് എന്ന് ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു ശറഹുൽ മഖാസിദിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരോ പൂതി ഓരോരുത്തർക്ക്
ഇവർക്ക് അള്ളാഹുവിലും വിശ്വാസമില്ല, അള്ളാഹിൻ്റെ റസൂലിലും വിശ്വാസമില്ല, ഖുർആനിലും വിശ്വാസമില്ല. ഇനി ഉണ്ടെങ്കിൽ ഇതാ നല്ല ആൺകുട്ടീനെ പോലെ പറയുന്നത് കേട്ടോ. ഇത് മുജാഹിദിൻ്റെ ഒരു ബുക്കാ. സുബ്ഹാനല്ലാഹ്. മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങൾ. ആരാ? പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി എന്ന് പറയുന്ന ആൾ എഴുതിയതാ. ഇതിൽ ഇയാൾ പറയുന്നത് എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്. ഇതിൻ്റെ 101-ാമത്തെ പേജിൽ അള്ളാഹിൻ്റെ ഖുർആനെ പറ്റി ഒരു കളവ് പറയും. നിങ്ങൾ ആരെങ്കിലും മുജാഹിദീങ്ങൾ എപ്പോഴും കിട്ടിയാൽ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചിട്ട് മറുപടി കിട്ടുമ്പോൾ എന്നെ വിളിക്കണം. 94 47 156 496 എൻ്റെ നമ്പറാ പറഞ്ഞ്. എന്നെ വിളിക്കണോ? ഞാൻ പറഞ്ഞതിലും എല്ലാം സംശയമുണ്ട്, എന്നെ വിളിക്കണം കേട്ടോ. അങ്ങനെ ആൺകുട്ടികൾ ഉണ്ട്. ഇതിലെന്താ പറയുന്നത്? അള്ളാഹിനെ പറ്റി പറയാണ്. അവന് ശരീരവും അവയവങ്ങളുമുണ്ടെന്നും. ആർക്ക്? അള്ളാഹ്ക്കേ. അവന് ശരീരവും അവയവങ്ങളുമുണ്ടെന്നും അവൻ സിംഹാസനമുള്ളവനാണെന്നും വിശുദ്ധ ഖുർആൻ പ്രസ്താവിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ്ക്ക് അർശ് എന്ന് പറഞ്ഞൊരു പടപ്പുണ്ട്, അതിന് സംശയമില്ല. അതേസമയത്ത് അള്ളാഹ്ക്ക് ശരീരമുണ്ടെന്ന് ഖുർആനിലുണ്ട് പോൽ, അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ട് എന്ന് ഖുർആനിലുണ്ട് പോൽ. അള്ളാഹിൻ്റെ മേലിൽ കള്ളം പറയുന്നവൻ, പടച്ചവൻ്റെ പേരിൽ കള്ളം പറയുന്നവൻ, അവനേക്കാൾ വലിയ അക്രമിയാരാണ്? അള്ളാഹുവിൻ്റെ ഖുർആനിൽ അതേ ഫാത്തിഹയുടെ തുടക്കം മുതൽക്ക് അവസാനം വരെ പറയട്ടെ, ഒരൊറ്റ ആയത്തിലും അള്ളാഹുവിന് അവയവമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അള്ളാഹുവിന് ശരീരമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ സലഫികളോട് പറയട്ടെ, അങ്ങനെ നിങ്ങളൊരായത്ത് കൊണ്ട് തന്നാൽ നിങ്ങൾ വെല്ലുവിളിച്ച പോലെയല്ല. ഫൈൻ തിബ്നലക്കും എന്നൊരു ആയത്ത് കൊണ്ട് തന്നാൽ എന്ന് പറഞ്ഞൊരുത്തൻ വെല്ലുവിളിച്ചിരുന്നു. ഞാനതങ്ങ് കൊണ്ട് കൊടുക്കുകയും ചെയ്തിരുന്നു. വിളിക്കുന്നവരോട് ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബ്നലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിയേക്കും ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങള്. കള്ളം അല്ലാഹുവിന്റെ പേരിൽ പറയേ. ആയത്ത് കണ്ടോളി. ഫൈൻ തിബ്നലക്കും. നോക്കോ, ഫൈൻ തിബ്നലക്കും. എടുക്കടോ ചെരുപ്പ്, എടുക്ക് ചെരുപ്പ്. നിർത്തിവെക്കുമല്ലേ? നിർത്തിക്കോ, ഇന്ന് മുതൽക്ക് നിർത്തിക്കോ പ്രസംഗം. നോക്കോ, ഫൈൻ തിബ്നലക്കും. ഒന്നും കൂടി വെക്ക്, എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. വെല്ലുവിളിച്ചല്ലേ നാദാവത്ത് വന്നിട്ട്. വെല്ലുവിളിക്കുന്നവരോട് ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബ്നലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിയേക്കും ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങള്. കള്ളം അല്ലാഹുവിന്റെ പേരിൽ പറയേ. നോക്കൂ, ഫൈൻ തിബ്നലക്കും, ഫൈൻ തിബ്നലക്കും, ഫൈൻ തിബ്നലക്കും. സർവ്വമൗലിമാരും നടക്കൂ ചെരുപ്പും കൊണ്ട്. നാദാവർക്കൊന്ന് വെല്ലുവിളിച്ചതാണല്ലേ. ഇനി ബാക്കി വെക്കുമോനെ, ഞാൻ ഓരോന്നോർന്ന് കാണിച്ചു. മിന്നിബിയായതുമല്ല, നിങ്ങൾ മനഃപൂർവ്വം കൃത്രിമം കാണിച്ചത് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങളിവിടെ കാണിച്ച കൃത്രിമത്തിന്റെ സാഹചര്യം എന്ന് പറഞ്ഞുതരാ സദസ്യർക്ക് മനസ്സിലാക്കാൻ. എവിടെ ഇയാൾ ആയത്തോരിന്നറിയോ? ഇയാൾ ആയത്തോരിയാൽ എന്തിനാ? സ്ത്രീധനത്തെ പറ്റി അവിടെ ചോദ്യം. അപ്പൊ ഇയാൾ പറയണ് കുറെ ന്യായീകരണമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിനു തെറ്റൊന്നുമില്ല, ഒരാൾ പൊരുത്തപ്പെട്ട് തന്നാൽ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയാണ് പെണ്ണിന്റെ ഭാഗത്തിനൊന്ന് പൊരുത്തപ്പെട്ടിട്ട് നമുക്ക് വല്ലതും തന്നാ തിന്നോളാനാണ് ഖുർആനിൽ പറയുന്നത് എന്ന് പറഞ്ഞിട്ടാ ഈ ആയത്തോതുന്നത്. എന്നിട്ടാ മൂപ്പര് ആയത്തോതുന്നത്. ആയത്തോദന വിഷയം തന്നെ തെറ്റ്. അവിടെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത്. പേരോടെ ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റും, പറ്റും, പറ്റും. തഫ്സീറുൽ കബീർ, ഇമാം റാസിയുടെ തഫ്സീർ 948. ചെരുപ്പും പെറുക്കി നടന്നാ പോരാ കേട്ടോ. ആരാന്റെ ചെരുപ്പും പെറുക്കി നടന്നാ പോരാ, കിതാബ് ഓതി പഠിക്കണം കേട്ടോ. കേട്ടോളൂ, ഈ ഇൽം ഇമാം റാസി ഈ തഫ്സീറിൽ പറയും. ഈ ആയത്തിന്റെ തഫ്സീർ ഈ ഇൽം അറിഞ്ഞോളണം മൗലവിമാര്.
അതിന്റെ അർത്ഥം വെച്ചത് ഏലം അറിഞ്ഞോളണം, അന്നഹു തആല നിശ്ചയം അല്ലാഹു തആല ലമ്മാ അമറഹും ബിഇതാഇഹിന്ന സദഖാതിഹിന്ന സ്ത്രീകൾക്ക് അവരുടെ മഹറുകൾ കൊടുക്കണം എന്ന് കൽപ്പിച്ചപ്പോൾ, ഇവിടെ രണ്ട് തഫ്സീർ ഇമാം റാസി പറയുന്നുണ്ട്. ഒന്ന്, ഭർത്താക്കന്മാർ കൊടുക്കണം എന്നാണ് ഇതിന്റെ തഫ്സീർ. ഒരു തഫ്സീർ. മറ്റൊന്ന്, ഭർത്താക്കന്മാരോട് വാങ്ങിയത് രക്ഷിതാക്കൾക്ക് പെണ്ണുങ്ങൾക്ക് കൊടുത്തേക്കണം, അവർ കയ്യിൽ വെക്കരുത് എന്നാണ് വേറൊരു തഫ്സീർ. അതിന്റെ ശേഷം പിന്നീട് പറയാം അഖബഹു, ഇതിന്റെ മുമ്പ് വിശദീകരിച്ചാണ് ആ തഫ്സീർ. അഖബഹു, അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു തആല പറഞ്ഞു ബിദിക്രി ജവാസി ഖബൂലി ഇബ്റാഇഹാ വഹിബതിഹാ ലഹു. ആ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കൊടുക്കാനുള്ളത് ഒഴിവാക്കി കൊടുത്താൽ അത് സ്വീകരിക്കലും ജായിസാണ്. വഹിബതിഹാ ലഹു, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് പൊരുത്തപ്പെട്ട് എന്ത് ദാനം കൊടുത്താലും ആ ദാനം കൊടുക്കുന്നതെല്ലാം സ്വീകരിക്കൽ അനുവദനീയമാണ് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന് ഇമാം റാസി വിശദീകരിക്കുന്നു. ഇപ്പൊ പറ്റില്ലേ? അതുപോലെയല്ല, ഇങ്ങനെ ഒരായത്ത് ഖുർആനിൽ കാണിച്ചു തന്നാൽ പറയട്ടെ, മുജാഹിദ് കുറ്റ്യാടി വന്നിട്ട് 90 കൊല്ലമായി, ഞാൻ വന്നിട്ട് 32 കൊല്ലമായി. സുഹൃത്തുക്കളെ, ഈ 32 കൊല്ലത്തിനിടയിൽ സിറാജുൽ ഹുദയും സ്ഥാപനങ്ങളും ഒരുപാടുണ്ടായല്ലോ. നിങ്ങൾ ഇങ്ങനെ ഒരായത്ത് ഖുർആനിൽ ഇങ്ങ് കാണിച്ചു തന്നാൽ സിറാജുൽ ഹുദ ഉണ്ടാക്കിയ മുഴുവൻ സ്ഥാപനവും നിങ്ങൾക്ക് വിട്ടുതരാം. ഖുർആനിൽ അള്ളാഹ്ക്ക് ശരീരമുണ്ടെന്ന് കാണിച്ചു തരണം. കഴിയോ മുജാഹിദേ? എന്തിന് അള്ളാന്റെ പേരിൽ ഇങ്ങനെ പച്ചക്കള്ളം പറയണം? ഖുർആന്റെ പേരിൽ എന്തിന് പച്ചക്കള്ളം പറയണം? സത്യം പറഞ്ഞ് ജീവിച്ചുകൂടെ? ഞാൻ എൻ്റെ വിഷയം ചുരുക്കുന്നു. സുഹൃത്തുക്കളെ, ഇനിയും ഉണ്ട് ഔലിയാക്കളെ പറ്റിയും കറാമത്തിനെ പറ്റിയും ഒരുപാട് പറയാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിഞ്ഞെങ്കിൽ അടുത്ത ഹൽക്കൊക്കെ പറയാം. ഔലിയാക്കളിൽ ഒരുപാട് കക്ഷികളുണ്ട്. അവരെ സംബന്ധിച്ച് ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ്യന്റെ കിതാബ് തന്നെ പറയാനുണ്ട്, ഒരു മാസം പറയാനുണ്ട് ഔലിയാക്കളെ പറ്റി. മനസ്സിലായില്ലേ? ഔലിയാക്കളിൽ പല വിഭാഗമുണ്ട്. അതിൽ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ തന്നെ പെട്ട ചില മഹാന്മാർ അവർക്ക് ബുദ്ധി മറഞ്ഞു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ആ സമയത്ത് അവർക്ക് അവരുടെ ബുദ്ധി മറഞ്ഞു പോയ സമയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ബാധകമല്ല. അതവർക്ക് ബുദ്ധി ശരിക്കും മറഞ്ഞുപോയ സമയമാണ്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഇപ്പം ഞാൻ ഒന്ന് മാത്രം പറയാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ കറാമത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച മഹാനാണ്. ഒരു കറാഹത്ത് പോലും ചെയ്യാൻ അനുവദിക്കാത്ത ആളാണ്. മുജാഹിദിന് ഉമർ ഇബ്നുൽ ഖത്താബ് പേച്ചാളാണ്. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നടപ്പാക്കിയ നിയമം നിങ്ങൾ ചോദ്യം ചെയ്തിട്ട് 3 തലാക്ക് ചൊല്ലി ആ 1 പോകുന്നു നിങ്ങൾ പറഞ്ഞില്ലേ? അത് ഉമർ ഇബ്നുൽ ഖത്താബ് സർവ്വ സഹാബത്തും ഒന്നിച്ചെടുത്ത തീരുമാനമല്ലേ നിങ്ങൾ ചോദ്യം ചെയ്തിട്ട് ആളുകളുടെ പതിവ്രത നഷ്ടപ്പെടുത്തി നല്ല ഹലാലായ കുട്ടി ജനിക്കുന്നതിന് പകരം തെറ്റായ നിലക്ക് കുട്ടി ജനിക്കാൻ വകുപ്പുണ്ടാക്കിയത് മൗലവിമാരെ ഉമർ ഇബ്നുൽ ഖത്താബിനെ തള്ളിയിട്ടല്ലേ? ആ ഉമർ ഇബ്നുൽ ഖത്താബ് 20 റകഅത്ത് തറാവീഹ് മക്ക മദീനയിലടക്കം നടപ്പാക്കിയപ്പോൾ സർവ്വ സഹാബത്തും അംഗീകരിച്ചതല്ലേ? എന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും 20 റകഅത്ത് തറാവീഹ് പറഞ്ഞിട്ട് അത് നിങ്ങൾ തള്ളിക്കളഞ്ഞവരല്ലേ? ഇവിടെ വന്ന് മൗലവി ചോദിക്കുന്നു, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? സഹാബത്ത് പറഞ്ഞിട്ടുണ്ടോ? 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞ 20 റകഅത്ത് തറാവീഹ് നിങ്ങൾ എന്തിനു തള്ളി? അതേ ഉമർ ഇബ്നുൽ ഖത്താബ് നടപ്പാക്കിയ 20 റകഅത്ത് തറാവീഹ് നിങ്ങൾ എന്തിനു തള്ളി? ഇനി ചോദിക്കട്ടെ, നിങ്ങൾ ഖുലഫാഉർ റാഷിദീങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? എന്നാ സഹീഹുൽ ബുഖാരിയിലെ 916 നമ്പർ ഹദീസല്ലേ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജുമഅക്ക് 2 ബാങ്ക് നടപ്പാക്കി. ഫസബത്തല്ലംറു അലാ ദാലിക, അങ്ങനെ ജുമഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ടു. അത് ബുഖാരിയിൽ സഹാബിയായ സായിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസില്ലേ? എന്നിട്ടോ നിങ്ങൾ 2 ബാങ്ക് ക്യാൻസലാക്കിയത് എന്തിനാണ്? കുറ്റ്യാടിയുള്ള ജനങ്ങളോട് മറുപടി പറയണം. നിങ്ങൾ സഹാബത്ത് ചെയ്തോ എന്നല്ലേ ചോദിക്കുന്നത്? ആ സഹാബത്ത് നടപ്പാക്കിയ 2 ബാങ്ക് നിങ്ങളെന്തിന് കുറ്റ്യാടിയിലെ സാധാരണക്കാരെ ചതിച്ചു?
കുറ്റ്യാടിയിലെ ജനങ്ങൾ നല്ലവരാണ്, നിങ്ങളവരെ ചതിച്ചതാണ്, നിങ്ങളെ മൗലവിമാര് ചതിച്ചതാണ്. മക്ക മദീനയിൽ അടക്കം നടക്കുന്ന 2 ബാങ്ക് നിങ്ങൾ കുറ്റ്യാടിയിൽ ക്യാൻസൽ ചെയ്തത് എന്തിനാണ്? ഊരത്ത് ക്യാൻസൽ ചെയ്തത് എന്തിനാണ്? അതേ ശാന്തിനഗറിൽ ക്യാൻസൽ ചെയ്ത് എന്തിനാണ്? ചെറിയ കുമ്പളത്ത് ക്യാൻസൽ ചെയ്തത് എന്തിനാണ്? 11 മഹല്ലിൽ നിങ്ങൾ അതാ അള്ളാന്റെ ദീന് മാറ്റിമറിച്ചില്ലേ? എന്തിന് ക്യാൻസൽ ചെയ്തു? നിങ്ങൾ സഹാബത്തിനെ പിന്തുടരുന്നവരാണോ? സഹാബത്ത് ലോകമെമ്പാടും പോയിട്ട് അറബിയിൽ മാത്രം ഖുതുബോദി, അറബിയിൽ മാത്രം ജുമാ നിസ്കരിച്ചില്ലേ? നിങ്ങൾ ആ ഭാഷ മാറ്റിയിട്ട് ജുമാ ബാത്തിലാക്കിയില്ലേ? സഹാബത്തിനെ പിന്തുടരുന്നുവെങ്കിൽ ഏത് സഹാബി എവിടെയാ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബോദിയത്? ഏത് 4 മദ്ഹബിന്റെ ഇമാമ അങ്ങനെ ചെയ്തത്? നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം ഒന്ന് ആലോചിക്കണം. ഞാൻ 2 ദിവസം മുമ്പ് കുട്ടിയെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു, പെണ്ണ് കാണാൻ പോകുമ്പോൾ ആദ്യം ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് എനക്കത്ര ഭംഗിയുണ്ട് നോക്കണമെന്ന്. എന്നെ ഞാൻ കുട്ടികൾക്ക് ദർശനത്തോളം പറഞ്ഞതാ. അതുപോലെ പറയട്ടെ, നിങ്ങൾ സഹാബത്ത് ചെയ്തിരോ എന്ന് ചോദിക്കുമ്പോൾ സഹാബത്ത് ചെയ്തത് മുഴുവനും തള്ളിയവരല്ലേ നിങ്ങൾ? പിന്നെ നിങ്ങളെന്തിനാ സഹാബത്തിന് വർത്താനം പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് സഹാബത്ത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്ക പോയിട്ട് അള്ളാഹിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിച്ചില്ലേ? ഇനി ആര് ചോദിച്ചാലും ഉമർ ഇബ്നുൽ ഖത്താബ് അതിന് അംഗീകാരം കൊടുത്തില്ലേ? അത് സഹിയായ ഹദീസാണെന്ന് ഇബ്നു കസീർ പറഞ്ഞില്ലേ? ഇബ്നു ഹജർ പറഞ്ഞില്ലേ? എന്നിട്ട് പിന്നെ നിങ്ങൾ ഖബറിലുള്ളവരെ വിളിച്ചാൽ ശിർക്കാണ്, കുഫ്റാണ് എന്ന് പറയുന്നത് എങ്ങനെ? സഹാബത്തിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? സഹാബത്തിനെ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? സഹാബത്ത് ഖബറിന്റെ അടുത്ത് ഖുർആൻ ഓതിയിട്ടില്ലേ? സഹാബത്ത് 7 ദിവസം മരിച്ച മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുത്തിട്ടില്ലേ? നിങ്ങളത് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ അള്ളാന്റെ റസൂലും സഹാബത്തും പഠിപ്പിച്ച അള്ളാന്റെ ദീന് പൂർണ്ണമായി നശിപ്പിച്ചവരല്ലേ? ഈ സാധു ജനങ്ങൾ കിതാബ് ഓതാത്തത് കൊണ്ട് അവർ നിങ്ങളെ ചതിയിൽ പെട്ടുപോയവരല്ലേ? സുബ്ഹാനല്ലാഹ്. എന്നോട് ചോദിക്കുക, അബുദാല് എന്ന് പറഞ്ഞാലേ 40 തടി ഉണ്ടാവും എന്ന് പേരോട് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളോട് 40 തന്നെ 50 ആയാലെന്താ? അല്ലെങ്കിൽ 39 ആയാലെന്താ? 40 മലു ഭയങ്കര കണക്കന്നെ. 40 അബുദാല് എന്ന് പേര് വരാൻ എന്താ കാരണം? മുഹീദ്ദീൻ ശിഖറുല്ലാഹി പറഞ്ഞു, ഇന്ന മാസം ഈ അബ്ദാലു അബ്ദാലൻ, അബ്ദാലിന് അബ്ദാൽ എന്ന് പേര് കിട്ടിയെങ്കിൽ എന്നഹും ലാ യുരീദൂന മാ ഇറാദത്തില്ലാഹി അസ്സ വജല്ല ഇറാദതൻ വലാ യഖ്താറൂന മാ ഇഖ്തിയാരിഹി ഇഖ്തിയാറൻ. അവർ അല്ലാഹു തആല നടത്തും പോലെ അങ്ങ് നടക്കല അവരുടെ പരിപാടി. അതുകൊണ്ടാണ് അവർക്ക് അബ്ദാൽ എന്ന് പേര് കിട്ടി. വേറെയും പല കാരണവും പറഞ്ഞവരുണ്ട്. അതിലിടയ്ക്ക് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഒരു കാരണം പറഞ്ഞു. എന്ത്? അബ്ദാലുകൾക്ക് അവർക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തമസ്സല ലഹാ ബസറൻ സബിയ, ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യക്കോലത്തിൽ വന്നു. എവിടെ? മറിയം ബീവിയുടെ അടുക്കൽ നിന്ന് ഖുർആൻ പറഞ്ഞു. അതുപോലെ അബ്ദാലുകൾക്ക് ചിലപ്പോൾ ചില രൂപങ്ങൾ രൂപാന്തരപ്പെടാൻ കഴിയും എന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് എന്താ ഇല്ല എന്നുള്ളതിന് തെളിവ്? ഖുർആൻ ആയത്ത് പറ. ഏതായത്ത് അങ്ങനെ ആവില്ല എന്നുള്ളതിന് തെളിവ്? നിങ്ങളല്ലേ തെളിവ് പറയേണ്ടത്? ഞങ്ങളാ അങ്ങനെ ആവും ഇമാമിങ്ങൾ പറഞ്ഞാൽ ഇമാമിങ്ങൾ പറഞ്ഞാൽ തെറ്റാണ് എന്ന് പറയാൻ നിങ്ങളല്ലേ തെളിവ് പറയേണ്ടത്? സുഹൃത്തുക്കളെ, വിവരമില്ലാത്തവനാണോ മതം പറയേണ്ടത്? അല്ല, വിവരമുള്ളവരാണോ പറയേണ്ടത്? സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നതിലേക്ക് തന്നെ പോകാം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വാർത്ത കേട്ടു. എന്താ വാർത്ത? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയി. ആ വാർത്ത കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മനസ്സ് പതറിപ്പോയി, മനസ്സ് മറിഞ്ഞു പോയി. അതാ നബിതങ്ങൾ വഫാത്തായി എന്ന് വല്ലവനും പറഞ്ഞാൽ ഞാൻ അവൻ്റെ തല വെട്ടിക്കളയും. ഉമർ ഇബ്നുൽ ഖത്താബ്. എന്താ കാരണോ? വാസ്തവത്തിൽ നബിതങ്ങൾ വഫാത്തായതല്ലേ, സത്യല്ലേ? പക്ഷെ പറഞ്ഞാൽ തലവെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ പാടുണ്ടോ? തലവെട്ടു എന്ന് പറയാൻ പാടുണ്ടോ? പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് ബോധത്തോടെ പറഞ്ഞതല്ല. ആ നബിതങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ കാഠിന്യത്താൽ അവിടുന്ന് വഫാത്ത് എന്ന് കേൾക്കുമ്പോൾ മനസ്സ് പതറിപ്പോയി. ഇതുപോലെ അള്ളാഹുവിനെ സ്നേഹിച്ച ചില മഹാന്മാർ ആ സ്നേഹത്തിൽ ലയിക്കുമ്പോൾ മനസ്സ് മറിഞ്ഞു പോകുന്നവരുണ്ട്. അത്തരം സമയങ്ങളിൽ അവർക്ക് തക്ലീഫില്ല, അവർക്ക് കൽപ്പന ബാധകമല്ല, നിരോധം ബാധകമല്ല. അതിനർത്ഥം വ്യാജത്തരീഖത്തുകാർ പറയും പോലെ
ഒരാൾ വലിയ മർത്തബയിലെത്തിയാൽ പിന്നെ നിസ്കരിക്കണ്ട എന്നല്ല. അതാ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അങ്ങനൊരു സംഭവമില്ല. വലിയ സ്ഥാനത്തെത്തിയാൽ ശറഈന്റെ നിയമം ഒഴിവാകുമെന്നൊരു സ്ഥാനമില്ല. ലിഅന്ന തർക്കൽ ഇബാദാത്തിൽ മഫ്റൂദാത്തി സന്ദഖ വർത്തികാബൽ മഹ്ദൂറാത്തി മഅസിയ ലാ തസ്ഖുതുൽ ഫറായിദ് വന്നഹദിൻ ഫീ ഹാലിൻ മിനൽ അഹ്വാൽ. ബുദ്ധി ശരിക്കുള്ള കാലത്തോളം ഒരാൾക്കും ഫർദ് ഒഴിവാകൂല, ഹറാം ഹലാലാകൂല. ഒരാളെ ബുദ്ധി നീങ്ങിപ്പോയാൽ അത് സ്നേഹം കൊണ്ട് ചിലപ്പോൾ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്നവരുണ്ട്. അവരെ നമ്മളങ്ങ് വിട്ടേക്കണം. അവരുടെ വാചകങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിക്കാൻ പറ്റൂല, അവരെ പിന്തുടർന്ന് ജീവിക്കാൻ പറ്റൂല. അതൊക്കെ ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു അറബി പോലും വിശദീകരിച്ചിട്ടുണ്ട്. അതേ ഇമാം ഇബ്നു ഹജർ നിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം സുബ്കി വിശദീകരിച്ചിട്ടുണ്ട്. സർവ്വ ഇമാമിങ്ങളും അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അവർക്ക് ഇൽമില്ല, അറിവില്ല. ഔലിയാക്കളെ കുറിച്ച് അവർക്കറിയില്ല, കറാമത്തിനെ കുറിച്ച് അവർക്കറിയില്ല, ഔലിയാക്കൾക്ക് അല്ലാഹ് കൊടുക്കുന്ന മർത്തബകളെ കുറിച്ച് അവർക്കറിയില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അവർ ഉദ്ദേശിക്കുന്നതൊക്കെ ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നതനുസരിച്ച് ചെയ്യാൻ കഴിയോ? അതിനെ സംബന്ധിച്ച് അബൂ യസീദിൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അവിടുന്ന് പാടിയിട്ടുണ്ട്. അതുപോലെ മഹാന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഔലിയാക്കൾക്ക് അല്ലാഹു തആല പല കഴിവും കൊടുക്കും, പല സ്ഥാനവും കൊടുക്കും. അതൊന്നും നിഷേധിക്കാൻ പോകണ്ട. അതിൽപ്പെട്ട ഒരു സംഗതിയാണ് ഔലിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ സ്ഥാനത്തിൽപ്പെട്ടതാണ്. അവരൊരു കാര്യം ചെയ്യണമെന്ന് അല്ലാഹു ഉദ്ദേശിക്കും. അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ അവരത് ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു വീട്ടിക്കൊടുക്കും. അതാണ് അബൂ യസീദിൽ ബിസ്താമി തങ്ങൾ പാടിയത്. ലിൽ ഖൗമി സിർറുൻ മഅൽ മഹബൂബി ലൈസ ലഹു ഹദ്ദുൻ വലൈസ സിവൽ മഹബൂബി യുഹ്സീൻ. അല്ലാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാർക്ക് ചില രഹസ്യങ്ങളുണ്ട്. അത് അവരുടെ മഹബൂബായ അള്ളാൻ്റെ കൂടെയുള്ള രഹസ്യമാണ്. അതിനൊരതിരും പരവും നമുക്ക് പറയാൻ പറ്റൂല. വലൈസ സിവൽ മഹബൂബി യുഹ്സീഹി. അതെന്തൊക്കെയാണെന്ന് കൃത്യമായി പറയാൻ മഹബൂബായ അല്ലാഹ്ക്കല്ലാതെ കഴിയൂല. തസറുഫുഹും ഫിൽ കായിനാതി ഫമാ യശാഉ ശാഉ വമാ ശാഉ യഖ്ളീഹി. അത്തരം മഹാന്മാർക്ക് ചില കൈകാര്യങ്ങളുണ്ട്. അത് ഈ ഭൂമിലോകത്തവരെ കൈകാര്യങ്ങൾ, ഈ അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിലവരെ ചില കൈകാര്യങ്ങൾ നടക്കും. ഫമായശാഉ, അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യം ഷാഉ അവരുദ്ദേശിക്കും. വമാ ഷാഉ, അവരൊരു കാര്യം ഉദ്ദേശിക്കുമ്പോൾ യഖ്ളീഹി, അള്ളാഹു അതങ്ങ് വീട്ടിക്കൊടുക്കും. അതാണ് അതേ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇൻകുന്ത തഅജബു മിൻ ഹാദാ ഫലാ അജബു ലില്ലാഹി ഫിൽ കൗനി അസ്റാറുൻ തറാഫീഹി. ഈ ലോകത്ത് അള്ളാഹുവിന് പല രഹസ്യങ്ങളുമുണ്ട്. അത് നിനക്ക് മനസ്സിലാവൂല. ലാ ശൈഅ ഫിൽ കൗനി ഇല്ലാ വഹുവ ദു അസരി ഫമൽ മുഅസ്സിറു ഗൈറുല്ലാഹി ഖാദിഹി. അല്ലാഹ് ഇവിടെ പടച്ച ഓരോന്നിനും ചില ഫലങ്ങളുണ്ട്. പക്ഷേ ഫലം സിദ്ധിപ്പിക്കുന്നവൻ അല്ലാഹയാണ്. മരുന്നിന് ഫലമുണ്ട്, പക്ഷേ ആ ഫലം ചെയ്യിപ്പിക്കുന്നവൻ അല്ലാഹയാണ്. പടക്കുന്നവൻ അല്ലാഹയാണ്. മരുന്ന് രോഗം മാറ്റൂല, ഡോക്ടർ രോഗം മാറ്റൂല, കുരുക്കൾ രോഗം മാറ്റൂല, ഒരു വലിയും രോഗം മാറ്റൂല. പക്ഷേ നേരത്തെ മാറ്റി നമ്മൾ ഹദീസ് ഉദ്ധരിച്ചില്ലേ, യഥാർത്ഥത്തിൽ മാറ്റുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ അവരുടെ പ്രവർത്തനം അതിന് കാരണമാണ്, പ്രാർത്ഥന അതിന് കാരണമാണ്. അങ്ങനെ ലോകത്തല്ല പടച്ചതിനൊക്കെ അസറുണ്ട്, ഫലങ്ങളുണ്ട്. പക്ഷേ ആ ഫലം ഫമൽ മുഅസ്സിറു ഗൈറുല്ലാഹി ഖാദിഹി, ഫലം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാതെ കൊടുക്കുന്നവനും തടയുന്നവനും ഇല്ല. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വളരെ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പേച്ചു, നിങ്ങൾ ആരും പേടിക്കണ്ട.